Good morning, Good everyone. morning, ma'am. Good morning, ma'am. Good morning, ma'am. Miss. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, morning. Okay, then how are you all? Good. Fine, and you? Fine. Miss. Fine, ma'am. Okay, Fine. I like to. How are you, ma'am? Yeah, I'm always good. Okay. ക്ലാസ്സിലേക്ക് പോവാം. Yes. Yes, ma'am. Okay. Sorry, ma'am. Yeah, it's okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ അല്ലെ നൗൺ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ രണ്ടും ഡീറ്റെയിൽ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രോപ്പർ ആൻഡ് കോമൺ ഇത് രണ്ട് നൗൺ മാത്രം എടുത്തോളൂ. മറ്റെടുത്തോ? എടുത്തു, മാം. Active noun, countable noun. കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു. അൺകൗണ്ടബിൾ വരെ എടുത്തു, മാം. ഓക്കെ, ഇപ്പൊ നൗൺ കംപ്ലീറ്റ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണല്ലോ. ദെൻ പ്രോണോൺ ആണല്ലേ നമ്മള് നൗൺ പറഞ്ഞു. പ്രോണോൺ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയതാണ് അല്ലെ. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോണോൺസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? 9 ടൈപ്സ് ഓഫ് പ്രോണോൺസ് ഉണ്ട് നമ്മള്. എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് ജസ്റ്റ് പ്രോണോൺ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? പറയൂ. മാം മണി എന്തുകൊണ്ടാണ് അൺകൗണ്ടബിൾ എന്ന് നോക്കാൻ പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. ഓക്കെ, പറയൂ എന്താണ് റീസൺ? അത് മാം മണി എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റുപ്പീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ദർഹം, ഡോളർ അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. മണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും. മണി വാല്യൂ ആണ് അല്ലെ. നൗണിനെ ബേസ് ചെയ്തിട്ടാണ് മണി എന്ന് പറഞ്ഞത് കൗണ്ടബിൾ അല്ല. റുപ്പീസ് ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ കളക്റ്റീവ് നൗണൊക്കെ നോക്കിയോ? ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അതെല്ലാം നോക്കിയായിരുന്നോ? സെർച്ച് ചെയ്തോ? യെസ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ അതുപോലെ തന്നെ പ്രോണൗൺ എന്താണ്? മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. Pronoun is a word that used as a, instead of a noun or noun. Okay, noun പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോ നമ്മൾ നൗണിൽ തന്നെ അത്യാവശ്യം കുറച്ച് ടൈപ്സ് ഓഫ് നൗൺസ് പഠിച്ചു. അതേപോലെ തന്നെയാണ് പ്രോണൗണിലും 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ അല്ലെങ്കിൽ പ്രോണൗൺ ജസ്റ്റ് എന്താണ് പ്രോണൗൺ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? അറിയൂ, നിങ്ങൾ എന്ത് പറയുന്നു? എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ല, മനസ്സിലാക്കി തന്നാ മതി. വേണമെന്നില്ല. മനസ്സിലാക്കി തന്നാൽ മതി. മീൻസ് അറിയണം അല്ലെ? ആ 9 ടൈപ്സ് ഓഫ് പ്രൊണൗൺസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാനുണ്ട്. അങ്ങനെയാണോ? Yes, ma'am. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഞാൻ നോട്ട് കേൾക്കുന്നില്ലല്ലോ മാം.
മാം വീഡിയോ കട്ടായോ? ഓക്കെ, മിസ് എടുത്തല്ലേ കേട്ടോ, അങ്ങോട്ടും പോയിട്ടില്ലേ, ഞാൻ നോട്ട് എടുക്കാൻ പോയതാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ? നോട്ട്സ് ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ പ്രോണൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നൗണിന്റെ റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ. പ്രോണൗൺ എന്താണെന്ന് നമുക്ക് അറിയാലോ, പറയൂ. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ, പ്രോണൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോ മിസ്സേ. പറഞ്ഞാണ്. അപ്പൊ ഇനി ഞാൻ ടൈപ്സ് ഓഫ് പ്രോണൗൺസ് നോക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണൽ പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, എംഫാറ്റിക് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കൽ, ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ, ഇതാണ് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ബൈഹാർട്ട് പഠിക്കാനോ ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് എന്തൊക്കെയാണ് എന്നറിയാം. എവിടെയെങ്കിലും വെച്ച് ഇതൊക്കെ കാണുകയാണെങ്കിൽ, ജസ്റ്റ് പേര് കാണുകയാണെങ്കിൽ അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറയണ്ട. ഓക്കെ, അറിയാം അല്ലെ, എന്താണെന്ന് അറിയാം, അതിന് വേണ്ടി പഠിക്കും. ഓക്കെ, ഇത് ക്ലാസ്സിൽ ആരെങ്കിലും PSC പഠിക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാകാം. ഉണ്ട് മാം. ഉണ്ട്. ഓക്കെ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ പേഴ്സൺ അല്ലെ, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ തിങ്സോ എന്തിനെങ്കിലും പറയുന്ന പ്രോണൗൺ ആണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. അതിൽ തന്നെ 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ആൻഡ് ലാസ്റ്റ് വൺ പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. ഒബ്ജക്റ്റീവ് പ്രോണൗൺ അല്ല കേട്ടോ, പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പ്രോണൗണിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഐ, യു, വി, ദേ ഇതൊക്കെ എന്താണ്, സെന്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അതെല്ലാം എന്താ, സബ്ജക്റ്റ് ആണ് അല്ലെ. നമ്മൾ അങ്ങനെ പറയാ, സബ്ജക്ട് എന്നാ പറയാ അല്ലെ. അപ്പൊ പ്രോണൗണിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിനെ നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ഞാൻ അല്ലെ, വ്യക്തിയെ കുറിച്ചും അല്ലെങ്കിൽ ബീങ്സ് ആനിമൽസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പേഴ്സണൽ പ്രോണൗണിൽ പറയുന്നത്. അതിനെ തന്നെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ് പ്രോണൗൺ. അപ്പൊ ഞാൻ പറഞ്ഞു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺ ആണ് എന്ത്, സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇതൊക്കെ എന്താണ്, സബ്ജക്റ്റ് ആണ്. ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ അതിന് പ്ലൂറൽ എന്താണ്, വി ആണ്. ഞാൻ സിംഗുലർ ആണെങ്കിൽ ഞങ്ങൾ എന്താ, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ, ഞങ്ങൾ. ആൻഡ് ദെൻ യു എന്താ, നീ ആണ് അല്ലെ. മീനിങ് സെയിം ആണ് അല്ല, മീനിങ് ഡിഫറെന്റ് ആണെങ്കിലും വേർഡ്സ് എന്താ യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ യു നീ ആണെങ്കിൽ പ്ലൂറൽ നിങ്ങളാണ്, യു തന്നെയാണ്. ഹി, ഷീ, ഇറ്റ് അവൻ, അവൾ, അത്. അതിന്റെ പ്ലൂറൽ എന്താ, ദേ ആണ്, അവരാണ്. ഓക്കെ, അപ്പൊ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺ എന്താ, സബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. അത് ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. യെസ് മാം. Clear. Okay. Okay. And then the second personal pronoun is objective personal pronoun. എന്താണ്, സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പേഴ്സണൽ പ്രോണൗൺ ആണ് എന്ത്, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയായിരിക്കും? എന്നെ, നിന്നെ, അവനെ, അവളെ അല്ലെ, അവരെ എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അവൾ എന്നെ സ്നേഹിക്കുന്നു അല്ലെ, അവൾ അച്ഛൻ എന്നെ തല്ലി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അച്ഛൻ അവളെ തല്ലി. അപ്പൊ അവളെ എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റ് ആയിട്ട് സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺസ് ആണ് എന്ത്, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്.
അപ്പോ എന്താണ് മീ ആണ് അല്ലെ, മീ എന്നെ എന്ന് പറയാം. അതിന്റെ പ്ലൂറൽ എന്താ? അസ് ആണ്, ഞങ്ങളെ. യു നിന്നെ, പ്ലൂറൽ നിങ്ങളെ എന്നാണ്, യു തന്നെയാണ്. then him or it, അവളെ അവനെ അതിനെ എന്ന് പറയാം. അപ്പൊ എന്താ? അവരെയാണ്, ദമ്മാണ്. അപ്പൊ അവരെ. അപ്പൊ സിംഗുലർ പ്ലൂറൽ. അപ്പൊ എന്താണ്? സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺസ് ആണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കൂ കേട്ടോ. ഇപ്പൊ ആരും നോട്ട് എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. then the last one അല്ലെ, പേഴ്സണൽ പ്രോണൗൺ. the last one possessive personal pronoun. അപ്പൊ പോസസീവ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ്. ഓക്കെ, ഓണർഷിപ്പ് ആണ്. എന്റെ, നിന്റെ, അവന്റെ എന്നൊക്കെ പറയുന്ന ഓണർഷിപ്പ് ആണ് ഇത് പോസസീവ് എന്ന് പറയുന്നത്. അത് എന്റെ വീടാണ്, അല്ലെങ്കിൽ അത് നിന്റെ പേനയാണ്, അല്ലെങ്കിൽ ഇത് അവളുടെ റൂമാണ് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ, അവന്റെ, നിന്റെ എന്നൊക്കെ പറയുന്നത് ഓണർഷിപ്പ് ആണല്ലോ. അപ്പൊ ആ കൈൻഡ് ഓഫ് വേർഡ്സിനെ പറയുന്നതാണ് എന്ത്? പോസസീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. This is my house. അപ്പൊ മൈയുടെ പ്ലൂറൽ എന്താ? അവർ ആണ്, ഞങ്ങളുടെയാണ്. എന്റെ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഞങ്ങളുടെ. ഇനി നിന്റെ ആണെങ്കിൽ നിന്റെ തന്നെയാണ് അല്ലെ, നിങ്ങളുടെ ആണെങ്കിൽ സീൻ തന്നെയാണ്, യുവർ തന്നെയാണ് യൂസ് ചെയ്യുക. ആൻഡ് ഹിസ്, ഹർ, ഇറ്റ്, അവളുടെ, അവന്റെ, അതിന്റെ എന്നൊക്കെ പറയാം. അതിന്റെ പ്ലൂറൽ എന്താ? their ആണ്, അവരുടെ എന്നാണ്. അപ്പൊ സിംഗുലറും പ്ലൂറലും മനസ്സിലാക്കി വെക്കുക. then ഓണർഷിപ്പ് ആണ് അല്ലെ, പോസസീവ് ആയിട്ട് വരുന്ന സെന്റൻസിൽ ഓണർഷിപ്പ് ആയിട്ട് വരുന്ന ഓരോ വേർഡ്സ് എന്താണ്? പോസസീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. അപ്പൊ ഫസ്റ്റ് പ്രോണൗൺ ക്ലിയർ ആണോ? പേഴ്സണൽ പ്രോണൗൺ. is it clear or not? ക്ലിയർ മിസ്. ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട്സ് ഇതിലുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, then the second pronoun is a reflexive pronoun. Okay, reflexive. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണിലും കീവേഡ്സ് വെച്ചിട്ട് പഠിക്കാം. കാരണം ഓരോ പ്രോണൗണിലും കീവേഡ്സ് ഉണ്ടാകും. കീവേഡ്സ് എന്ന് പറയുമ്പോൾ ആ പ്രോണൗൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനാണ് കീവേഡ്സ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ റിഫ്ലെക്സീവ് പ്രോണൗണിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെ കീവേഡ്സ് ആയിരിക്കും? myself, yourself, herself, himself, ourselves എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗണിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ സെയിം കീവേഡ്സ് തന്നെയാണ് എന്ത് എംഫാറ്റിക്കലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എംഫാറ്റിക് ആൻഡ് റിഫ്ലെക്സീവ് പ്രോണൗണില് സെയിം കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ് എന്നൊക്കെ പറയാൻ മീനിങ് എന്തായിട്ട് വരും? മൈസെൽഫ് എന്താ? എന്നെ തന്നെ, എന്റെ തന്നെ എന്നൊക്കെ പറയാം. എന്നെ തന്നെ, യുവർ സെൽഫ് നിന്നെ തന്നെ, ഹിംസെൽഫ് അവളെ തന്നെ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലാണ് ഇത് വരാം. അപ്പൊ രണ്ട് പ്രോണൗണിന്റെയും കീവേഡ്സ് സെയിം ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും അല്ലെ? ഏതാണ് റിഫ്ലെക്സീവ്, ഏതാണ് എംഫാറ്റിക് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാ? ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഏതിന് ഒരെണ്ണം പഠിച്ചാൽ മതിയാവും, അപ്പൊ രണ്ടും കിട്ടും. ഓക്കെ, ഇപ്പൊ എംഫാറ്റിക് എടുക്കുകയാണെങ്കിൽ എംഫാറ്റിക് പ്രോണൗൺ വരുന്നത് അതായത് ഈ പറയുന്ന കീവേഡ്സ് myself, yourself എന്നൊക്കെ പറയുന്ന കീവേഡ്സ് അതൊക്കെയാണ് ഈ പ്രോണൗൺ എന്ന് പറയുന്നത്. എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്ന കീവേഡ്സ് ആണ്. അപ്പൊ അതൊക്കെ വരുന്നത് സെന്റൻസില് നൗണിനോ പ്രോണൗണിനോ ശേഷമാണെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഐ മൈസെൽഫ് ടോൾഡ് ഹിം. അവിടെ മൈസെൽഫ് എന്ന് പറയുന്ന ഈ എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ ഐ എന്ന് പറയുന്ന പ്രോണൗണിന് ശേഷമാണ് അല്ലെ. ഐ എന്ന് പറയുന്ന പ്രോണൗണിന് ശേഷം ഈ മൈസെൽഫ് എന്ന് പറയുന്ന ഈ പ്രോണൗൺ വന്നതുകൊണ്ട് എന്താണ്? ഇത് എന്ത് പ്രോണൗൺ ആയിരിക്കും? ഇപ്പൊ എംഫാറ്റിക് പ്രോണൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, here emphatic pronoun is also used after noun and pronoun. Okay, noun pronoun ശേഷമായിരിക്കും emphatic pronoun യൂസ് ചെയ്യാം സെന്റൻസിൽ. ഓക്കെ, then റിഫ്ലെക്സീവിലേക്ക് പോവാണെങ്കിൽ നേരെ തിരിച്ചാണ്. നൗണിനോ പ്രോണൗണിന് ശേഷം വരാതെ ചിലപ്പോൾ വെർബിന് ശേഷമൊക്കെ ഈ വേർഡ് വരും. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്.
I hurt myself. I hurt myself എന്ന് പറയുമ്പോൾ myself എന്ന് പറയുന്ന കീവേഡ് വന്നിരിക്കുന്നത് ഹേർട്ടിന് ശേഷമാണ്. അപ്പൊ ഹേർട്ട് എന്താണ്? verb ആണ്. അപ്പൊ വെർബിന് ശേഷം വന്നാൽ അത് റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം, പക്ഷെ പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇത് പറഞ്ഞു നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇത്രയും പഠിച്ച് ഈ 3 പ്രോണൗൺ പറയാം. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട്. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഇല്ലെങ്കിൽ എന്ന് പറയൂ. Yes or no? No. Oh, എന്താ എന്തിനാ റെസ്പോണ്ട് വരുന്നത്? അല്ലേ? No. Yeah, very good. No എന്ന് പറയാനും പഠിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തെ? മനസ്സിലാക്കുന്ന പോലെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ? അതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണോ? കൺഫ്യൂഷൻ ആവുന്നു. എന്തോ കൺഫ്യൂഷൻ ആവുന്നു. കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഓക്കെ ആണോ? പേഴ്സൺ പ്രോണൗൺ ഓക്കെ ആണോ? ക്ലിയർ ആണ്. അപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ഈ എംപാത്തിക്കും റിഫ്ലെക്സീവ് ആണ്. റൈറ്റ്? യെസ്. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഞാനൊരു സെന്റൻസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ. യു യുവർസെൽഫ് ക്ലീൻ ദ റൂം. ഓക്കെ, ഇതിൽ ഒരു പ്രോണൗൺ ഉണ്ട് അല്ലേ? ഞാനിപ്പോ പറയാം. അപ്പൊ യു യുവർസെൽഫ് ക്ലീൻ ദ റൂം എന്ന് ഒരു സെന്റൻസ് തന്നു. അതിൽ യുവർസെൽഫ് എന്ന് പറയുന്ന വേർഡ്സിനിടയിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല, സോ അണ്ടർലൈൻ ചെയ്തതെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് ഇൻ ദ സെന്റൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത ആ പാർട്ട്, സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത പാർട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ എക്സാം ഒന്നുമില്ല, എന്നാൽ ജസ്റ്റ് ചോദിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ ഈ യുവർ സെൽഫ് എന്ന് പറയുന്ന പ്രോണൗൺ ഏതാണ്? എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എംഫാറ്റിക്. എംപാറ്റിക് അല്ലേ? എല്ലാവരും പറയും എംപാറ്റിക്. പ്രോനൗണിന് ശേഷല്ലേ വന്നത്, അതുകൊണ്ട് എംപാറ്റിക് അല്ലേ? ഓക്കെ, എംപാറ്റിക് ആണെന്ന് പറയാൻ റീസൺ എന്താ? പ്രോനൗണിന് ശേഷല്ലേ വന്നത്? ഓക്കെ, അപ്പൊ പ്രോനൗണിന് ശേഷം വന്നതുകൊണ്ട് എംപാറ്റിക് ആണ്. നെക്സ്റ്റ് അടുത്ത സെന്റൻസ് നോക്കിയേ. ഐ ബ്ലെയിം മൈസെൽഫ് ഫോർ യുവർ മിസ്റ്റേക്ക്. അത് ഏതാണ്? അപ്പൊ മൈസെൽഫ് എന്ന് പറയുന്ന വേർഡ് ഏത് പ്രോണൗൺ ആണ്? റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണ്, അതൊരു വെർബിന് ശേഷം വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. അറിയുന്നുണ്ടോ? ഒരു വെർബിനും ഒരു പ്രോനൗണിനും ശേഷം വരുന്നത് റിഫ്ലെക്സീവ് നൗണും ഒരു പ്രോനൗണിന് ശേഷം വരുന്നത് എംപാറ്റിക് നൗണും. നൗണിനും പ്രോനൗണിന് ശേഷം വരുന്നത് എംപാറ്റിക്കും, വെർബിന് ശേഷം വരുന്നത് റിഫ്ലെക്സീവ്.
ഓക്കെ, അപ്പൊ കീവേഡ്സ് ഓർത്ത് വെക്കുക. എംഫാറ്റിക് റിഫ്ലെക്സീവില് രണ്ട് പ്രോണോടെയും കീവേഡ്സ് എന്താണ്? മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ് എന്ന് പറയുന്ന കുറച്ച് പ്രോണൗൺസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് the fourth one, demonstrative pronoun. Demonstrative pronoun എന്ന് പറയുമ്പോ this, that, these, those എന്ന് പറയുന്ന ഈ 4 pronoun മാത്രമേ ഇതിലുള്ളൂ. ഡെമോൺസ്ട്രേറ്റീവ് pronoun ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ this, that, these, those. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ 4 വേർഡ് ഏതെങ്കിലും ഒരു വേർഡ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കുന്നെങ്കിൽ, ഇപ്പോ ദിസ് ഈസ് എ പെൻ, അപ്പൊ ദിസിന്റെ ഇടയിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തു എന്ന് വിചാരിക്കും. ചോദിക്കാൻ ഐഡന്റിഫൈ ചെയ്യൂ, ഏത് പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യുമെന്ന് പറയുമ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഒക്കെ വരുന്ന പ്രോണൗൺ ഏതാണ്? ഡെമോൺസ്ട്രേറ്റീവ് ആണ്. സോ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ദാറ്റ്സ് ഓൾ. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണിനെയും കീവേഡ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് എന്തായിരിക്കും? അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവില് വരുന്നത് ഈച്ച്, ഐദർ, നൈദർ. ഈച്ച്, ഐദർ, നൈദർ. ഈച്ച് എന്താ? ഈച്ച് ഓരോന്നും, ഐദർ ഒന്നുകിൽ, നൈദറോ. രണ്ടുപേരും നിങ്ങളുടെ രീതിയിൽ, രണ്ടാളെല്ലാം രീതിയിലും പറയാൻ, രണ്ടുപേരും ഇതിലും പറയാം. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവില് വരുന്നത്? ഈച്ച്, ഐദർ. റംസീന ഒന്ന് ലീവ് എടുക്കുന്ന ജോയിൻ ചെയ്യൂ കേട്ടോ. ചിലപ്പോ അവിടെ തന്നെ ഇംഗ്ലീഷ് എന്തിനായിരിക്കാം, ലീവ് ചെയ്യാം, റീജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് എന്താ? ഈച്ച്, ഐദർ, നൈദർ. ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. മഴയാണോ? എവിടെയാണ് സ്ഥലം? എവിടെയാ പ്രീത? പോയോ? അടൂരാണ്. നല്ല മഴയാണല്ലേ? ഇവിടെ മഴയില്ല കേട്ടോ. മഴക്കാടുണ്ട്, പക്ഷെ മഴയില്ല. ഓക്കെ, അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ഈച്ച്, ഐദർ, നൈദർ. അപ്പൊ ഇത് ഏതെങ്കിലും 3 കീവേഡ്സിൽ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻഡിഫിനൈറ്റും. ഇൻഡിഫിനൈറ്റിൽ വരുന്ന പ്രോണൗൺസ് എവരിബഡി, സംബഡി, നോബഡി, എനിബഡി, നൺ, എനിത്തിങ്, എവരിബഡി എന്നൊക്കെ പറയുന്ന കുറച്ച് കീവേഡ്സ് ആണ്. അത് വന്നാല് അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. റെസിപ്രോക്കൽ ഈച്ച്, അതർ, വൺ, അനദർ എന്ന് പറയുന്ന ഏതെങ്കിലും കീവേഡ് വന്നാൽ അത് റെസിപ്രോക്കൽ ആണ്. ഇന്റർഗേറ്റീവ്, ഇന്റർഗേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആണ്. WH വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ 8 പ്രോണൗൺ മനസ്സിലാക്കി വെക്കുക. എംപാറ്റിക്കും റിഫ്ലെക്സീവും ഓൾറെഡി മനസ്സിലായി. വെർബിന് ശേഷം വരുന്നത് റിഫ്ലെക്സീവും, നൗണോ പ്രോണൗണിന് ശേഷം വരുന്നത് എംഫാറ്റിക് ആണെന്ന് മനസ്സിലായി. ഡെമോൺസ്ട്രേറ്റീവ് എന്താ? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഏതെങ്കിലും വന്നാൽ ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവില് ഈച്ച്, ഐദർ, നൈദർ ആണ്. ഇൻഡിഫിനൈറ്റിലോ നോബഡി, നൺ, എനിബഡി, സംബഡി, നോബഡി, എവരിബഡി എന്നൊക്കെ പറയുന്ന കുറച്ച് കീവേഡ്സ് ആണ് ഇൻഡിഫിനൈറ്റിൽ വരുന്നത്. റെസിപ്രോക്കൽ വരുന്നതോ ഈച്ച്, അതർ, വൺ, അനദർ എന്ന് പറയുന്ന 2 കീവേഡ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് അല്ല. And 8th one interrogative pronoun ആണ്. Questions ആണ്. WH questions വരുന്ന എല്ലാ വേർഡും, WH വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ വേർഡും എന്താണ്? ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ്. അപ്പൊ 8 പ്രോണൗണും മനസ്സിലായോ? ഒരുപാട് കാര്യമായിട്ട് പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും വെച്ച് കേട്ടാലോ കണ്ടാലോ അറിയില്ല എന്ന് പറയണ്ട. അറിയാം, പഠിച്ചിട്ടുണ്ട് എന്ന് പറയാലോ. ക്ലിയർ ആണോ? ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാട്ടോ.
Yes, clear. Okay. Then last one, relative pronoun. Relative pronoun നമുക്ക് important ആണ്. Okay, നമ്മുടെ ഡേറ്റ് ലൈഫിലാണെങ്കിൽ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ relative pronoun നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അറിയാത്തതിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ റിലേറ്റീവ് പ്രൊണൗൺ കാണാൻ പറ്റും. അപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഈ 8 പ്രൊണൗൺ ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചോദിക്കൂ കേട്ടോ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെയാണ്. ഫസ്റ്റ് ക്ലാസ് പഠിച്ച് ബോറടിച്ചിരിക്കുകയാണോ? ആണോ? ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാലോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് ഇങ്ങനെ ഫുൾ ടൈം ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ബോറടിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരാം. എനിക്ക് തോന്നി. ശ്രദ്ധിച്ചിരിക്കൂ. കുറച്ച് നേരം ക്ലാസ് എടുക്കാം. ഓക്കെ, കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നിട്ട് കുട്ടികൾ ചുമ്മാ സംസാരിച്ചിരിക്കുക. നമുക്കിങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമാണോ? ഇന്ററാക്ട് ചെയ്യാൻ പറ്റോ? സംസാരിക്കാനാണ് ഇഷ്ടം. സംസാരിക്കാനാണ് ഇഷ്ടം. ഓക്കെ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് സംസാരിക്കാം. ബാക്കിയാൾക്ക് ഇഷ്ടമാണോ? ഓക്കെ, എല്ലാവരും കൂടെ നോക്കണ്ടേ അല്ലേ? ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും നോക്കണം. ക്ലാസ് വേണോ അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് ഇന്ററാക്ട് ചെയ്തിരിക്കണോ? ഇത് വേണം, പറയൂ. കുറച്ച് നേരം ക്ലാസ്സും കുറച്ച് നേരം ഇന്ററാക്ഷൻ അടിക്കായി. ഓക്കെ ആണോ? ക്ലാസ് മതി. ക്ലാസ്സും ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞ എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. ക്ലാസ് ആണ്. ഓക്കെ, ക്ലാസ് മതി എന്നാ പറയുന്നത്, ഇന്ററാക്ഷൻ വേണ്ട. ഓക്കെ, പഠിക്കാനാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് അല്ലേ? അർജുൻ എങ്ങനെയാ പോകുന്നത്? തിരിച്ചാണോ? അല്ല, ഇന്ററാക്ഷൻ ഇംഗ്ലീഷിൽ ഇന്ററാക്റ്റീവ് ആണ്. അത് ഒരു ക്ലാസ് പോലെ ആവത്തില്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാട്ടോ. ഇപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്ന ടോപ്പിക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എനിക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റോ? റെഡിയാണോ? അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ എനിക്ക് അത് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്ത് തരാൻ പറ്റോ? ഓക്കെയാണ്. അർജുൻ റെഡിയാണോ? അതെ. Okay, then tell me about the pronouns. Pronouns എന്ന് പറയുന്നത് ഈ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. എന്ന് വെച്ചാൽ pronouns are substitutes for nouns. There are 9 types of nouns. Collective noun, abstractive noun, distributive noun. തിരിഞ്ഞുപോയി. Confused. Okay, പറയൂ. Pronoun. What is pronoun and the 9 types of pronouns? Tell me about that. Arjun. Arjun. Arjun കാണാനില്ല. ഓക്കെ, അപ്പോ പ്രോണൗൺ നിങ്ങള് ഒരു കാര്യം ചെയ്യട്ടെ. ക്ലാസ് മതി എന്ന് പറയാൻ കാരണം എന്താ? ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കോ എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? ബി ഫ്രാങ്ക് ആയിട്ട് ആൻസർ ചെയ്യൂട്ടോ.
അത് മിസ് ഇംഗ്ലീഷിൽ സംസാരിക്കണല്ലോ എന്ന് ഓർത്തിട്ടാ. കൊള്ളാം, വെരി ഗുഡ്. ഞാനും വിചാരിച്ചു കേട്ടോ ഇൻട്രാക്ഷൻ വേണ്ടെന്ന് പറയുന്നെങ്കിൽ ഇൻട്രാക്ഷൻ പൊതുവെ അങ്ങനെ ക്ലാസ്സിലൊക്കെ ആരും ഇൻട്രാക്ഷൻ വേണ്ടാന്ന് പറയാറില്ല. ഇപ്പൊ മനസ്സിലായി. മലയാളത്തിൽ സംസാരിക്കൂ. ഓക്കെ ആണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇംഗ്ലീഷിന് പഠിക്കുന്നതിനാ? ഞാൻ ഇപ്പോ ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കില്ല കേട്ടോ, പേടിക്കണ്ട. ഞാൻ ടെൻസ് ഒക്കെ എടുത്തതിന് ശേഷം സംസാരിപ്പിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് സെന്റൻസിൽ എവിടെയൊക്കെയാ വെർബും അബ്സോർബ്സ് ഒക്കെ എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യുന്നത്. ഏകദേശം ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും ടെൻസ് പഠിക്കുമ്പോൾ. അപ്പൊ ആ ടൈമിൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യാം, കുറച്ചുകൂടെ നിങ്ങൾ റെഡി ഓക്കെ ആവുള്ളൂ. അപ്പൊ അതുവരെ നിങ്ങൾ എന്നോട് മലയാളത്തിലേക്ക് സംസാരിക്കണം, അല്ലേ? ശരിയാണോ? ഇപ്പൊ നമ്മള് ഒരാളെ മീറ്റ് ചെയ്യുന്ന വിചാരിക്കും, അയാളുടെ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് ആകുന്ന എങ്ങനെയാ? ഫസ്റ്റ് ഒന്ന് സംസാരിക്കണ്ടേ, അല്ലെ? അങ്ങനെ സംസാരിച്ചിട്ടാണ് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മളൊന്ന് എന്താണ് ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് വരാം. ശരിയല്ലേ? ആണോ? അതെ മിസ്സേ. അതെ. അപ്പൊ എന്നോട് നിങ്ങൾ സംസാരിക്കൂ. എന്നേ നിങ്ങൾ മിസ്സായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ. ജസ്റ്റ് ഫ്രണ്ട് ആയിട്ടെങ്കിലും കാണുമോ? ചുമ്മാ അതിലൊക്കെ പറയും. നിങ്ങൾ ആദ്യം എനിക്ക് കംഫർട്ടബിൾ ആക്കേണ്ട ക്ലാസ്സില. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെങ്കിലും കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ശരിയല്ലേ? അതെ, ഞാൻ ആരോടാ പറയുന്നത്? ആരൊന്നും പെട്ടൊന്നുമില്ല, കുറെ പേരൊക്കെ ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കേട്ടോ, സംസാരിക്കണ്ടേ? കുറച്ചെങ്കിലും ഞാൻ നിങ്ങൾക്കൂടെ സംസാരിപ്പിക്കും. ഓക്കെ, പക്ഷെ സംസാരിപ്പിക്കുന്ന പറയുമ്പോ നിങ്ങളോട് അൺമ്യൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളും കൂടെ കുറച്ച് കോപ്പറേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ കേട്ടോ. ഇപ്പോഴത് ഓർമ്മയിൽ വേണം. എന്നെ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇംഗ്ലീഷ് ഇപ്പൊ ചോദിച്ചാലും ഇപ്പൊ തെറ്റ് പറഞ്ഞാലും ഞാൻ ചീത്ത പറയോ കളിയാക്കിയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ക്ലാസ്സിലേക്ക് ആരും നിങ്ങൾ കളിയാക്കൊന്നുമില്ല. അപ്പൊ ആ ഒരു ചിന്തയൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നല്ല. ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ, പെർഫെക്റ്റ് ഒന്നല്ല. ഓക്കെ ഓക്കെ ആണോ? അപ്പൊ കൂളായോ? ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാട്ടോ. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? Yeah, of course. Abhina, you can explain. Abhina എന്നല്ലേ പേര്? അഭിന. അതെ. Okay, explain ചെയ്തോളൂ. Pronouns are the words that replaces nouns. That is like we can use repeated sentences or repeated words. Like we can replace the words like she, it, etc. And there are 9 types of pronouns. That is അഭിന റിലാക്സ് ചെയ്ത് കൂളായിട്ട് പറഞ്ഞാൽ മതി. okay. കിട്ടാവുന്ന ഇംഗ്ലീഷിലൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒട്ടത്തെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പറയും. The different types of pronouns are subject pronouns, object pronouns, possessive, relative, and intensive and demonstrative pronouns. Subject pronouns is used for representing subjects, and the object pronouns used for representing the objects, like pointing something. Is it correct, ma'am? The other one is possessive pronoun. Possessive pronoun is used for indicating the ownership. Like it is
my book, this pen belongs to me, etc. Relative pronouns used to represent the connection between two things. And reflexive or intensive pronouns, it used to refer the subject, like this cake is made by her, or etc. And the last one is demonstrative pronoun. It is used to point something, like this one is my car, this cake is my favorite flavor, etc. That's it, ma'am. Okay, Abhina. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, പോലെ സംസാരിക്കാണ്ട് ഇംഗ്ലീഷില്. ഓക്കെ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ അഭിന? കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം. അറിയാം എന്തൊക്കെയാണ് അഭിന സംസാരിച്ചത്, എനിക്ക് അറിയാം അല്ലെ, മിസ്റ്റേക്സ് ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു, കുറച്ച് അങ്ങനെ പറയാമായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ. അപ്പൊ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ എന്നാലും അത് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് നമ്മള് കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു മൈൻഡ് എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പറയാൻ നോക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആകും. ക്ലിയർ? അഭിന പറഞ്ഞത് ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തൊന്നും തന്നെ ബാക്കി ആരും എന്ത് ചെയ്യാം? പറയൂ, അവര് സംസാരിച്ചപ്പോ എന്താ തോന്നിയേ? പറഞ്ഞു അല്ലെ? എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് പ്രോണൗൺസ് എന്താണെന്നൊക്കെ അവനൊക്കെ അറിയാം. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. പയ്യെ ഇമ്പ്രൂവ് ചെയ്യും. പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെന്റ് ആരും പ്രതീക്ഷിക്കരുതോ ലാംഗ്വേജില്. പതുക്കെ വരുള്ളൂ. സോ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താ വേറെ പറയുന്നുണ്ടോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ, റിലേറ്റീവ് പ്രോണൗണില് നമുക്ക് വരുന്നത് that, which, when, why, what, where, whom എന്നൊക്കെ ചോദിക്കുന്നതാണ് റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ, കീവേഡ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വേറെ ടെക്സ്റ്റ് എഴുതണ്ടേ, നോക്കാം. The book dash I bought yesterday. The book dash I bought yesterday. Okay, ഇവിടെ ഡാഷ് ഇവിടെ എന്തായിരിക്കും വരാം? റിലേറ്റീവ് ആണെന്നായിരിക്കും വരാം അല്ലെ, സെന്ററിലാണ്. അതായത് ഫസ്റ്റ് സെന്റൻസിനെയും മറ്റൊരു സെന്റൻസ് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് എന്തായിരിക്കും? വിച്ച് ആണ് വിച്ച് ആണ് കേട്ടോ. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. കാരണം ഇതൊരു തിങ്ക് ആണ് അല്ലെ. തിങ്ക് ആയതുകൊണ്ട് തിങ്സോ അനിമൽസോ ആണ് വരുന്നതെങ്കിൽ സബ്ജക്ട്. ഓക്കെ, സെന്റൻസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സെന്റൻസിൽ പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. തിങ്സ് ആകാം, അല്ലെങ്കിൽ ആനിമൽസ് ആകാം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആയിരിക്കാം, എന്തിനായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? അത് തിങ്ക് ആണ്. തിങ്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. But the book
which I bought yesterday എന്ന് പറയാം, അല്ലെങ്കിൽ the book that I bought yesterday എന്ന് പറയാം. രണ്ട് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് the man dash I helped yesterday. എന്തായിരിക്കും വരാ, അറിയോ? ടെക്സ്റ്റ് ചെയ്യൂട്ടോ, നമുക്ക് തോന്നുന്ന ആൻസർ ടെക്സ്റ്റ് ചെയ്തേ. ടീച്ച് ചെയ്യാനും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. എന്ന് പറയുന്നുണ്ട്. ആൻസർ ഞാൻ പറയാം കേട്ടോ. Who or that? When? Okay. Yeah. ഇവിടെ ആൻസർ whom ആണ് കേട്ടോ. The man who I helped yesterday. Okay. The man who I helped yesterday. Who ആണ് കേട്ടോ, who ആണ്. The man who I helped yesterday. Okay. The next. ഞാൻ പറഞ്ഞു വസ്തുക്കൾ അല്ലെങ്കിൽ തിങ്സ് ആനിമൽസ് ആണെങ്കിൽ മാത്രമാണ് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് വരാം. പേഴ്സൺ ആണെങ്കിൽ who, whom, whose. ഈ മൂന്നിൽ ഏതെങ്കിലും ആയിരിക്കും വരാം. whom അല്ലെങ്കിൽ who അല്ലെങ്കിൽ whose ആയിരിക്കും. ഓക്കെ, who, whose, who. അടുത്തൊരു എക്സാമ്പിൾ കേട്ടോ. She is the one that organized the event. എന്തായിരിക്കും വരാം? She is the one that organized the event. ദാറ്റ് വരില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ വിച്ച് ഓർ ദാറ്റ് തിങ്സ് അല്ലെങ്കിൽ എലിമെന്റ്സ് വരുമ്പോഴാണ് വിച്ച് ഓർ ദാറ്റ് വരാം. അല്ലാതെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ആണെങ്കിൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ആയിരിക്കും വരാം. എവിടെ ആൻസർ വരുന്നത് ഹൂ ആണ്. ഷീ ഈസ് ദ വൺ ഹു ഓർഗനൈസ്ഡ് ദ ഇവന്റ് എന്നാണ് വരാം കേട്ടോ. ഓക്കെ, he is the friend dash helped me. എന്ത് വരും? Yeah. Who won? Correct. He is the friend who helped me. And next, the movie dash we watched together. The movie dash we watched together. ഇവിടെ ഏതായിരിക്കും വരാം?
Yeah, that's correct answer. The movie that we watched together. Next, the person I spoke to on the phone. The person I spoke to on the phone. The person I spoke to the phone. Who ആണ് ഇവിടെ വരാ? Who. The person whom I spoke to the phone. Okay. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ട്രിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ നിങ്ങള്. This is my friend Dash Father is a doctor. This is my friend that Dash Father is a doctor. Yes, correct. Whose father? Whose father as a doctor? ഇതില് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹ്യൂമൻ ബീങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ലെ? ഹൂ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ദിസ് ഇസ് മൈ ഫ്രണ്ട്. നിങ്ങൾ ഇങ്ങനെ ഡാഷ് വരുമ്പോ ഡാഷ് മാറ്റിയിട്ട് ജസ്റ്റ് സെന്റൻസിന്റെ മീനിങ് നോക്കാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഫാദർ ഈസ് എ ഡോക്ടർ. അപ്പൊ നിങ്ങൾ ആ ഒരു സെന്റൻസ് എന്താണ്? ഇതെന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിന്റെ അച്ഛൻ ഡോക്ടർ ആണെന്നാ പറയുന്നത് അല്ലെ? അതാണ് സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ആ സെന്റൻസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എന്തായിരിക്കും ആ ഡാഷിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും? എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതെന്റെ ഫ്രണ്ടാണ്, എന്റെ ഫാദർ ഡോക്ടറാണ്. അപ്പൊ എന്താ ചോദിക്കുക? ആരുടെ ഫാദർ ആണ് ഡോക്ടർ എന്ന് ചോദിച്ചൂടെ അല്ലെ? ആരുടെ ഫാദർ ആണ് ഡോക്ടർ? ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ ചോദിക്കാൻ പറ്റോ? യെസ്. അപ്പോൾ ആൻസർ എന്താ? ഹൂസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത ഞാൻ പറഞ്ഞു the person I spoke to on the phone. The person ആ മനുഷ്യൻ ഫോണിൽ സംസാരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്താ ചോദിക്കുക? ഇതെനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. The person I spoke to on the phone. ഞാൻ ഒരാളെ ഫോണില് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചോദിക്കും? ആരെയാണ് അല്ലെ? ആരെയാണ് വിളിക്കുന്നത്? ആരെയാണ് സംസാരിക്കുന്നത്? ആരെയെന്ന് ചോദിച്ചൂടെ നമുക്ക് അവിടെ? ഓക്കെ. whom do you speak on the phone? അപ്പൊ ആരെയെന്ന് ചോദിക്കാലോ. അവിടെ ആരെയെന്ന് പറയുന്നത് whom ആണ്. ഓക്കെ. whom ആണ് ആരെ. ഇനി നെക്സ്റ്റ് the movie അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. which of that സിമ്പിൾ ആണ്. നെക്സ്റ്റ് ഏതാണ്? he is the friend dash helped me. he is the friend. അവനാണ് ഫ്രണ്ട് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അല്ലെ? he is the friend. ആ ഫ്രണ്ട് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവനാണ് ഹെൽപ്പ് ചെയ്തത്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരാം? ആര് അല്ലെ? ആരെന്ന് ചോദിച്ചൂടെ? who helped me അല്ലെങ്കിൽ who helped you എന്ന് ചോദിക്കാം. ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഫ്രണ്ടാണ് അല്ലെ? അപ്പൊ ആരെ എന്നാണ് വരുമ്പോ who ആണ്. ഈ രീതിയിൽ നമുക്ക് റിലേറ്റീവ് പ്രോണൗൺ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പ്രോണൗണിന്റെയും നൗണിന്റെയും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ക്ലാസ്സിലാണ് എടുക്കാം. പക്ഷെ നോട്ട് ചെയ്യാൻ എന്തൊക്കെ വരാം. ഇതുവരെ എടുത്തെല്ലാം ക്ലിയർ ആണോ?
ഓക്കെ, ക്ലിയർ ആണ്. ഈ നോട്ട്സ് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. നോട്ട്സും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുന്നതും നോട്ട്സും തമ്മിൽ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ. നോട്ട്സിലുള്ളത് ഞാൻ ക്ലാസ് എടുക്കാറില്ല. അപ്പൊ ക്ലാസ് കേട്ടതിന് ശേഷം നോട്ട്സ് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആകും കേട്ടോ. അപ്പൊ ഈ നോട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം. നോർമലി നോട്ട് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലെ, നോട്ട് എഴുതിയെടുത്തല്ലേ. അതുകൊണ്ട് അത് വേണ്ടല്ലോ, കാരണം അതിൽ വേറെയും കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ആവശ്യമില്ല. സോ ഞാൻ പ്രോണൗണിന് നോട്ട് അപ്ലോഡ് ചെയ്യാം. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, ക്ലിയർ ആണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഓക്കെ ആണല്ലോ? നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും കേട്ടോ ക്ലാസ്സിൽ. തംസപ്പ് മാത്രമേ വരുന്നുള്ളൂ. റെസ്പോണ്ട് ചെയ്യൂ. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? ബോറടിച്ചോ? കുറച്ചൊക്കെ ബോറടിച്ചോ അല്ലെ? അറിയൂ, സംസാരിക്കൂ. നിങ്ങള് എന്താണെന്നും മിണ്ടാത്തേ? മഴ അല്ലേ? അതാ മഴയാണ് റിസൾട്ട്. എല്ലായിടത്തും മഴയുണ്ടോ? ആണോ? എവിടേക്കാണ് പ്ലേസ്? എവിടെയാ നിങ്ങള്? രേണുവിന് മഴയാണ്, അഭിജിത്തിന് മഴയാണ്, പിന്നെ ആരൊക്കെയാണ്? പ്രീതിക്ക് മഴയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. എന്നാ പിന്നെ സംസാരിക്കൂടെ? കോട്ടയാണല്ലേ? കോട്ടയം, അടൂർ, ഇടുക്കിയൊക്കെ മഴയാണോ? ശരിയാ. ഓക്കെ. എറണാകുളത്ത് മാത്രമേ ഇല്ല. എറണാകുളം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ ആയിരിക്കാം. അറിയില്ല എനിക്ക്. ഓക്കെ. പിന്നെന്താ? വയനാടില്ല അല്ലെ? വയനാടില്ല. ഓക്കെ. പിന്നെന്താ? നിങ്ങൾ സംസാരിക്കില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല? നിങ്ങൾ അൺമ്യൂട്ട് സംസാരിക്കില്ലേ? ഇവിടെ ഇപ്പൊ ഇല്ല. എന്തൊക്കെ നിങ്ങൾക്ക് സംസാരിച്ചാൽ പോരെ? എന്തിനാ ടെക്സ്റ്റ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു മറ്റ് ക്ലാസ് ഒക്കെ പോലെയല്ല. ഇംഗ്ലീഷ് എന്താ പറയുമ്പോ എന്നോട് സംസാരിക്കണം. സംസാരിക്കോ? അർജുൻ സംസാരിക്കുന്നതായിരുന്നല്ലോ. പിന്നെ ഒന്നും മിണ്ടാത്തിപ്പോ. സംസാരിക്കാം. അറിയൂ, സംസാരിക്കാന്ന് പറഞ്ഞ ആള് പോകും. പിന്നെ മിണ്ടിയേ? അല്ല, ഒരു സംശയം. ടീച്ചർ ഇംഗ്ലീഷ് തന്നെയാണോ? എന്താ എനിക്കൊരു സംശയം? അങ്ങനെയല്ലെന്ന്, ടീച്ചർ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണോ? അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാ. ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. MA ഇംഗ്ലീഷ്. എവിടാ പഠിച്ചൊക്കെ? ടീച്ചറിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ എവിടായിരുന്നു? ഞാൻ PG എടുത്തത് ഇഗ്നോയായിരുന്നു. ഡിഗ്രിയോ? ഡിഗ്രി ഞങ്ങൾ അടുത്ത കോളേജിലായിരുന്നു, SNM കോളേജ്. കൊടുങ്ങല്ലൂര് തന്നെ? കൊടുങ്ങല്ലൂരല്ലോ, പറവൂരല്ലേ? പറവൂർ SNM കോളേജ് അല്ലേ? ഓക്കെ. ഡൗട്ട് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. പിന്നെന്താ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. So let's wind up today's class. Okay. Thank you all. Thank you, Miss. Okay, Renu, thank you പറഞ്ഞാണോ? എന്താണെങ്കിലും സംസാരിച്ചാണോ? ഒന്നും പറയില്ല. Okay, thank you. See you on the next class. Okay, bye. Okay, thank you, Miss. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, Miss.